നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും പ്രിയങ്കരനായ ഒരു നടനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ചെമ്മീൻ പോലെയുള്ള ലോക ക്ലാസിക്കുകളിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല, വളരെ ഇരുത്തം വന്ന ഒരു നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള പഴയ തലമുറയ്ക്ക് അറിയാം ആരായിരുന്നു കൊട്ടാരക്കര എന്നുള്ളത്. ഒരു കാലത്ത് സത്യൻ, പ്രേം നസീർ ഇവരൊക്കെ കത്തി നിന്ന മലയാള സിനിമയിൽ കൊട്ടാരക്കരയിൽ നിന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത ആളായിരുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായർ. അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് റാംജി റാവു സ്പീക്കിംഗ് എന്ന സിദ്ദിഖ് ലാൽ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങുവാണ് സായി കുമാർ. അദ്ദേഹത്തിൻ്റെ മകനാണ്. ഒരുപാട് ചിത്രങ്ങൾ സായി കുമാർ ചെയ്തു. ഞാനിതൊക്കെ പറയാൻ കാരണം ഇപ്പോൾ സായി കുമാറിൻ്റെ മകൾ വൈഷ്ണവി ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു പരമ്പരയിൽ വരുന്നുണ്ട്. മാത്രമല്ല ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം ഇതൊരു താരോദയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷേ മലയാള ടെലിവിഷനിലും സിനിമയിലും കത്തി നിൽക്കാൻ പോകുന്ന ഒരു നടിയുടെ തുടക്കമായിട്ട് ഞാൻ വൈഷ്ണവിയുടെ ഈ പ്രകടനത്തെ കാണുന്നു. കഴിഞ്ഞ ഒരു 5-6 എപ്പിസോഡ് മാത്രമേ എയറിൽ പോയുള്ളൂ. പക്ഷേ പ്രേക്ഷകർ ഈ വൈഷ്ണവിയുടെ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ സായി കുമാറിൻ്റെ ഭാവകാവാദികളൊക്കെ വൈഷ്ണവി കിട്ടുന്നുണ്ട്. ആ ജീനിൽ പിറവിയെടുത്തുകൊണ്ടാകാം വൈഷ്ണവി നമ്മോട് സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കുഞ്ഞിക്കൂനലിലെ വാസു എന്ന കഥാപാത്രമല്ലേ, ക്രൂരനായ വില്ലൻ, അയാളുടെയൊക്കെ സാന്നിധ്യം നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടുന്നു. ഇപ്പോൾ വൈഷ്ണവി അവരുടെ കൊല്ലത്തെ വീട്ടിലുണ്ട്. വൈഷ്ണവി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വൈഷ്ണവി, ഗുഡ് മോർണിംഗ്. വൈഷ്ണവി സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഗുഡ് മോർണിംഗ് സർ. വലിയൊരു വാഗ്ദാനമാണ് ഞാൻ പ്രേക്ഷകർ കൊടുത്തിരിക്കുന്നത്. ഒരു താരോദയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വൈഷ്ണവി ഈ രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഈ പഞ്ചാഗ്നി എന്നുള്ള പരമ്പരയിൽ വൈഷ്ണവി അവതരിപ്പിക്കുന്ന കഥാപാത്രം കുറച്ച് ക്രൂരമാണ്. പക്ഷേ വൈഷ്ണവിക്ക് യഥാർത്ഥത്തിൽ ഒരു ഇരുത്തം വന്ന ഒരു നടിയുണ്ടെന്ന് തുടക്കത്തിലെ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലാണ് വൈഷ്ണവിയുടെ അഭിനയം നമുക്ക് തോന്നിയത്. ഞാൻ ഈ എപ്പിസോഡുകളെ കണ്ടപ്പോൾ സായി കുമാർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ്. അദ്ദേഹത്തെയൊക്കെ ഞാൻ അറിയാതെ ഓർമ്മിച്ചു പോയി. ഈ അടുത്തിടയ്ക്ക് ഞാൻ ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും ചെയ്തു. അപ്പോൾ പറയൂ, എങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഈ വൈഷ്ണവിയുടെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ആണ് വന്നിരിക്കുന്നത്. മാത്രമല്ല അച്ഛൻ്റെ പെങ്ങളും ഒക്കെ തന്നെ അഭിനേത്രിയാണല്ലോ, കുടുംബത്തോടെ അഭിനയമാണല്ലോ. പിന്നെയും നടന്മാർ വീട്ടിലുണ്ടല്ലോ, അവരുടെയൊക്കെ കാര്യങ്ങൾ. അതെ അതെ ആദ്യം തന്നെ ദൈവത്തിനോട് ഒരുപാട് നന്ദി. അതിനോടൊപ്പം തന്നെ സാറിനോട് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു വേഷം ചെയ്യാനായിട്ടൊരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇപ്പോൾ ഒരു 3.5 വർഷമായിട്ട് ഈ സീരിയലിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അഭിനയ രംഗത്തേക്ക് വന്നിട്ട് 3.5 വർഷമായെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു പ്രൊമോഷനോടെ എൻ്റെ ഒരു പ്രോജക്റ്റ് TV-യിൽ കാണിക്കുന്നത്. അതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു, ഒപ്പം സാറിനോടും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഫാമിലിയിലുള്ള ആരുമായിട്ട് ഞാൻ ഇതുവരയ്ക്കും അഭിനയിച്ചില്ല. ആ ഒരു അവസരവും എനിക്കിതിനകത്ത് കിട്ടി. ശോഭയപ്പയായിട്ട് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ഒരു അവസരം ഫ്ലവേഴ്സ് ചാനൽ തന്നു. അതും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് നടന്മാർ, അതായത് ആക്ടിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് പേര് ഈ കുടുംബത്തിലുണ്ട്. മോഹൻ നമ്മുടെ മലയാള സിനിമയിൽ നായകനായിട്ട് അരങ്ങേറിയ ആളാണ്. അപ്പോൾ ശോഭ ചേച്ചിയുടെ മകനാണ് വിനു. പറയൂ വിവരങ്ങൾ. അതെ, അപ്പോൾ അവരൊക്കെ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു വേഷം കിട്ടുമ്പോൾ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. കാര്യം അവരൊക്കെ അവരുടേതായ ഒരു പൊസിഷൻ ഈ ഒരു ഫീൽഡിൽ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അതിനകത്തൊരു കുഴപ്പം വരാതെ മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം എനിക്കതിന്. കഥാപാത്രം എനിക്കറിയാം, എടുത്താൽ പൊങ്ങാത്ത ഒരു കഥാപാത്രമാണ് വൈഷ്ണവി ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കറിയാം പഞ്ചാഗ്നി ഇതിനകം തന്നെ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. കാരണം ഒരുപാട് 5 നായികമാർ തന്നെ അതിലുണ്ടല്ലോ. വില്ലത്തി ക്യാരക്ടറാണെങ്കിലും അതിലെ കഥാപാത്രത്തിന് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ വൈഷ്ണവിക്ക് താങ്ങാൻ പറ്റുമോ? അതെ അതെ താങ്ങാൻ പറ്റണം. കാര്യം എന്നെ വിശ്വസിച്ചൊരു ക്യാരക്ടർ ഏൽപ്പിക്കുമ്പോൾ അത് എൻ്റെ മാക്സിമം ഞാൻ ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും എഫേർട്ട് എടുത്ത് ഞാൻ ആ ക്യാരക്ടറിനോട് നീതി പുലർത്തുന്നതാണ്. അപ്പോൾ പ്രേക്ഷകരോട് വൈഷ്ണവിക്ക് എന്താ പറയാനുള്ളത്? ക്യാരക്ടർ എടുത്താൽ താങ്ങുമോയെന്ന് സാർ ഇപ്പോൾ ചോദിച്ചതിന് സാർ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എനിക്ക് ആ ഒരു ക്യാരക്ടർ താങ്ങുമോയെന്ന് സാർ ചോദിച്ചു. അതിന് സത്യത്തിൽ ഡയറക്ടറിനോട്
എനിക്ക് പിന്നെ ഒരു താങ്ക്സ് പറയാനുണ്ട്. സാർ ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കൊരു ആ ഒരു ക്യാരക്ടർ എങ്ങനെ ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഓരോ സീൻ ബൈ സീൻ ഷോട്ട് ബൈ ഷോട്ട് സാറ് അടുത്ത് വന്ന് നിന്ന് വളരെ മനോഹരമായിട്ട് മനോജ് ശ്രീലകം സാർ എൻ്റെ അടുത്ത് വന്ന് നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. അത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. ഒപ്പം എൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് ക്യാരക്ടർ മനോഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു വൈഷ്ണവി. മോർണിംഗ് ഷോയിൽ ചേർന്നതിന് താങ്ക് യു. താങ്കൾ അഭിനയിച്ച് തകർക്കുക. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തു വരുന്ന രാത്രി 9 മണിക്കുള്ള പഞ്ചാഗ്നി എന്ന പരമ്പരയിൽ ഒരു അത്യുഗ്രൻ കഥാപാത്രത്തെയാണ് വൈഷ്ണവി അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷേ മലയാള ടെലിവിഷനിലും സിനിമയിലും ഒരു താരോദയമായിട്ട് ഞാനിതിനെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഒരു പ്രവചനം പോലെ ഇത് ഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത്ര ഇരുത്തം എന്ന ഒരു നടിയുടെ പെർഫോമൻസാണ് ഈ പരമ്പരയിൽ കാണുന്നത്. ഒരു 6 എപ്പിസോഡുകൾ മാത്രമേ സംപ്രേഷണം ചെയ്തുള്ളൂ. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇതിൻ്റെ സംപ്രേഷണം ആരംഭിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ 6 എപ്പിസോഡുകളും സംക്ഷിപ്തമായി നല്ല കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് അത് പ്രേക്ഷകർക്ക് സിനിമ പോലെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഫ്ലവേഴ്സിൽ. അതപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ വൈഷ്ണവിയുടെ പ്രകടനം കാണാത്ത പ്രേക്ഷകർക്ക് മനസ്സിലാകും ഹൂ ഈസ് വൈഷ്ണവി എന്ന്. വേണമെങ്കിൽ ഞാൻ ആ ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഈ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോഷണൽ ട്രെയിലർ ഒന്ന് കാണിച്ചു തരാം. ഓവർ ടു ദാറ്റ് പ്രൊമോ. പണം അത് മാത്രമേ എന്റെ മുന്നിലുള്ളൂ. ആദ്യ എപ്പിസോഡുകളിലൂടെ മലയാളി ടെലിവിഷൻ പ്രേക്ഷകരെ അമ്പരപ്പിച്ച പഞ്ചാഗ്നിയുടെ മഹാ എപ്പിസോഡ്. ഇനി ഇതാണ് നിങ്ങളുടെ അമ്മ. അല്ല, അഹങ്കാരികളാണല്ലോ ചന്ദ്ര. ഞങ്ങൾക്ക് അച്ഛൻ വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ ആത്മാവ് കൂടെയുണ്ട്. കൊണ്ടുപോയിക്കോ ആത്മാവിനെ. 5 പെൺകുട്ടികളുടെ ഹൃദയസ്പർശിയായ കഥ പറയുന്ന പരമ്പര പഞ്ചാഗ്നി. ഞങ്ങൾ 5 പേർ ഒരു മുഴുനീള ചലച്ചിത്രം പോലെ പ്രേക്ഷകർക്ക് മുന്നിൽ. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ കൊച്ചുമകളും പ്രിയതാരം സായ്കുമാറിന്റെ മകളുമായ വൈഷ്ണവിയുടെ തീപാറുന്ന അഭിനയ മുഹൂർത്തം. മേലെ മാളികപ്പുരക്കിലെ കലാവധി ഒഴിവാക്കണം 5 എണ്ണത്തിനെ. മലയാളി പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച പരമ്പര പഞ്ചാഗ്നിയുടെ ഇതുവരെയുള്ള കഥാമുഹൂർത്തങ്ങളുമായി പഞ്ചാഗ്നി മഹാ എപ്പിസോഡ് ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഫ്ലവേഴ്സിൽ. എന്തായാലും ഈ പരമ്പരയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. അതോടൊപ്പം വൈഷ്ണവി ഒരു വലിയ താരമായി വളരട്ടെ. എന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾ അവരുടെ കൂടുതൽ അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ ഫ്ലവേഴ്സ് ട്യൂൺ ചെയ്യുക.